ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് മട്ടർ പനീറിന്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രീൻ പീസും പനീറും ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് കറിയാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിന് നല്ലപോലെ ചൂടായി വരുമ്പോൾ 10 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ടും ഇടാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടും ഇടാം. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഞാനിവിടെ ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നല്ലപോലെ ഒന്ന് ചൂടായി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഈ എണ്ണയിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് 2 സവാള മീഡിയം സൈസ് നീളത്തിൽ അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. ഇല്ലാത്തവർ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്ത് ചോപ്പ് ചെയ്തിട്ടോ വല്ലതും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് നല്ലതുപോലെ പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞത് 2 എണ്ണം ചേർത്ത് കൊടുക്കുവാണ്. ഇനി 1-2 പച്ചമുളക് നീളത്തിൽ കീറിയത് അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എല്ലാം ചേർത്തതിന് ശേഷം മാത്രം മതി ഇളക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള വരെയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം തക്കാളി ചേർത്താലും മതി. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് വഴറ്റിയെടുക്കുന്നത്. അതെങ്ങനെയാണേലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിക്കണം. ഈ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് മയം വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ മൂടി വെച്ച് വേവിക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ മൂടി വെക്കാൻ പോവാണ്. മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിക്കണം. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് മയം വരും. ഇപ്പം ഏകദേശം 5 മിനിറ്റൊക്കെ മൂടി വെച്ച് വേവിച്ചപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇതിലോട്ടൊരു 10 കാഷ്യൂ എടുത്ത് ചേർത്ത് കൊടുക്കുവാണ്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് നല്ലതുപോലെ ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുവാണ്. ഇതിലോട്ട് കസൂരിമേത്തി 2 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുകൂടാതെ ഗരം മസാല 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ മസാലയെ ഒന്ന് മൂത്ത് വരണം. അതായത് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ആ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മസാല ഈ ഗ്രേവിയിൽ നല്ലപോലെ മിക്സ് ആകുന്നിടം വരെയും ഇളക്കി കൊടുക്കണം. ഞാൻ മിക്സിയിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് അതുകൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഗ്രേവിയുടെ തിക്നെസ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുത്ത് പാകമാക്കുക. ഇത് ഒരുപാട് ലൂസ് ഗ്രേവി ആയിരിക്കില്ല ഇതിൻ്റെത്. അതുകൊണ്ട് നിങ്ങൾ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്ന 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഈ കാണുന്ന പോലത്തെ ഒരു തിക്നെസ് ഒക്കെ മതി ഗ്രേവിക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് 200 ഗ്രാമിന്റെ ഫ്രോസൺ ഗ്രീൻ പീസിന്റെ പാക്കറ്റ് ആണിത്. അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഡ്രൈ ഗ്രീൻ പീസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുതിർത്തി വെച്ചിട്ട് കുക്കറിൽ വേവിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസിനോടൊപ്പം തന്നെ നമുക്കിനി പനീർ ചേർത്ത് കൊടുക്കാം. പനീറും 200 ഗ്രാം പനീറാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പനീറിന്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. 100 200 എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് വേണം പനീർ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഏകദേശം അടുപ്പിൽ തന്നെ 2 മിനിറ്റോളം ചെറിയ തീയിൽ വെക്കുക. അപ്പോൾ ഈ പനീറിലോട്ടൊക്കെ ഈ ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സമയം വെക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ തന്നെ മറ്റ് മസാലകളുടെയൊക്കെ ഫ്ലേവർ ഇതിൽ നല്ലപോലെ ഉണ്ടാവും. ഏലക്കയും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിന്. ഇനി തീ ഓഫ് ചെയ്തിടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കസൂരിമേത്തി ഒരു 1/2 ടീസ്പൂൺ മുകളിലൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. മല്ലിയിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടർ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ചപ്പാത്തിയോടൊപ്പം നിങ്ങൾ കഴിച്ചു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ
ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിടാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്